ഇരിക്കണ സെൽഫി അമ്മ പിടിക്കരുത് ചുമ്മാ പിന്നെ പണിക്ക് വിളിക്കുമ്പോ വരാൻ പറ്റില്ല എനിക്ക് പണിക്കാരാകെ രണ്ടാളുള്ളൂ ഇവൻ വെറുതെ വന്നേക്കണാണ് അപ്പൊ നമ്മേ റീഫില്ലിങ്ങിന് വന്നാണ്. അപ്പൊ രണ്ടാമത്തെ ദിവസമാണ്. അപ്പൊ ഇന്നലെ വൈകുന്നേരം ആണ് നമ്മ അത് അപ്പുറത്തെ ഫിൽറ്റർ നമ്മ സെറ്റ് ചെയ്യാൻ വന്നത്. ആദ്യം നമ്മ ഒരു ഫിൽറ്റർ വെച്ചായിരുന്നല്ലോ, അത് സെറ്റ് ചെയ്യാൻ വന്നത് ഇന്നലെയാണ്. അപ്പൊ നേരം വഴി കാരണം രണ്ടാമത്തെ 2 സിലിണ്ടർ നമ്മ റീഫില്ലിങ് ചെയ്യാനുണ്ട്. ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഇവരെ സഹായിക്കാൻ വേണ്ടിട്ട് അതൊന്ന് അഴിച്ചു കൊടുക്കാൻ വേണ്ടി മോളിൽ കയറിയാണ് ട്ടാ. അപ്പൊ വൃത്തിയാക്കലൊക്കെ ഇവിടുത്തെ ചേട്ടൻ വൃത്തിയാക്കും. നമ്മൊന്ന് അഴിച്ച് കൊടുത്ത് ഒന്ന് പൊക്കാനൊന്ന് സഹായിക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് കയറിയതിന്. ഇത് ടാങ്ക് വൃത്തിയാക്കാതെ പിന്നെ നമ്മത് രണ്ടാമത് റീഫില്ല് ചെയ്താൽ ഇതിന്റെ വേസ്റ്റ് കംപ്ലീറ്റ് ആയ വെസലിലേക്ക് കയറണ കാരണമാണ്. അപ്പൊ നമ്മ വൃത്തിയാക്കാൻ പറഞ്ഞത്. അപ്പൊ വൃത്തിയാക്കെന്ന് പറഞ്ഞാൽ ഇത് 2000-ന്റെ ടാങ്കാണ്. ഇതിന്റെ ഉള്ളിൽ കയറി കഴുകാനോ അല്ലെങ്കിൽ ഇത് അടിയിലേക്ക് ഇറക്കി വെച്ച് കഴുകാനോ പറ്റൂല. അപ്പൊ ഇത് ഇവിടെ ഇട്ട് തന്നെ കഴുകാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിട്ട് ഇതിന്റെ കണക്ഷൻ ഒന്ന് ഊരി കൊടുക്കാൻ വേണ്ടിട്ട് മോളിൽ കയറിയത്. ഒരുപാട് ടർബിഡിറ്റി അതേപോലെ തന്നെ കണ്ടന്റ് ഒക്കെ ഉള്ള വെള്ളങ്ങള് നിർബന്ധമായിട്ടും ഒരു 4-5 ദിവസം എത്തുമ്പോഴെങ്കിലും നമ്മ ബാക്ക് വാഷ് ചെയ്യണം. കാരണം ഉണ്ടല്ലോ ഇതിന്റെ പൈപ്പിന്റെ ഉള്ളിലൊക്കെ അത്രക്ക് അങ്ങട് ഇതിന്റെ വേസ്റ്റുകൾ വന്നിങ്ങായിട്ട് അടിഞ്ഞുകൂടി കിടക്കും. മീഡിയം ഇതേപോലെ വേസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ റിയാക്ഷനുകൾ നടക്കൂല. പിടിക്കല ഇത്രയും വലിയ ടാങ്കിൽക്കൊക്കെ വെള്ളം അടിച്ച് കയറ്റുമ്പോൾ നമുക്കറിയാലോ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അടിച്ചു കയറ്റുന്ന വെള്ളം പരമാവധി ഫിൽറ്റർ ചെയ്ത വെള്ളമായിരിക്കുക, അല്ലെങ്കിൽ മോട്ടർ ലൈൻ വഴി മോളിലേക്ക് അടിച്ചു കയറ്റാൻ ശ്രമിക്കുക. ഓക്കെ, വെച്ചിട്ട് ഇത് പതുക്കെ വെക്കുമ്പോ ചെരിഞ്ഞിട്ടോലെ ആയിരിക്കും. തിരിച്ച കിട്ടുമോ നോക്കിയാ. ഇരിക്കണ സെൽഫി അമ്മ പിടിക്കരുത് ചുമ്മാ കഴിയുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ പണിക്ക് വിളിക്കുമ്പോ വരാൻ പറ്റില്ല എനിക്ക്. അങ്ങനെ ക്യാമറ പണിക്കാരാകെ രണ്ടാളുള്ളൂ ഇവൻ വെറുതെ വന്നേക്കണാണ്. ഡിസ്കില്ലല്ല കിട്ടാ സാറ് പോലായ ഡിസ്കില്ലടോ മോളില് പൊക്കാൻ പറ്റില്ല ശരിക്കും. പൊക്കോള് പൈപ്പ് റാഞ്ഞോടെ പിടിച്ച് കിട്ടും. ബാക്ക് അല്ല ഫിൽറ്ററിലിടുമ്പോ ബാക്ക് വാഷ് വഴി വെള്ളം പോകുന്നുണ്ട് കംപ്ലൈന്റ്. ചിലപ്പോ മാറ്റേണ്ട വരും. ചെളിയിട്ട നിറച്ച് മോട്ടർ അടിച്ചോ. ഈ ഡിസ്ക് ഫിൽറ്ററിലിരിക്കുന്ന നേരം നമ്മ മോട്ടർ അടിച്ചാലും ഇത് ക്ലിയർ ആവില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഡിസ്ക് ഫിൽറ്റർ ആദ്യം മാറ്റണം. ഡിസ്ക് ഫിൽറ്ററൊക്കെ ഇത് സെറ്റായി പോയി. പൊയ്ക്കേ ഇത് ഇവിടെ 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 അപ്പുറം വാ ഓക്ക് പോക്ക് ഒന്നുകൂടി അയ്യോ ഓക്കെ ഇന്ന് നോട്ടോ.
പൊക്ക് ആട്ടി കൊടുക്കും. പൊക്കി ആട്ടും. പതുക്കെ പതുക്കെ. ആ ഇവ അങ്ങനെ കരട്ടാ. ഫുൾ നോക്കിയാൽ വക്കത്തുണ്ടാവോ മോളിത്തെ പോറ്റ നോക്കില്ല. അതില്ല അതന്നെ പൈപ്പ് 1.5 കൊടുത്തന്നെ സൂപ്പറായിട്ട് വരും. അപ്പൊ ഇത് മുമ്പ് ഇവിടെ സെറ്റ് ചെയ്തിരുന്ന മൾട്ടിപോർട്ട് വാൽവ് ഉണ്ടാ. ഈ വാൽവ് കംപ്ലൈന്റ് ആയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാലേ ഇത് ഫിൽറ്ററിൽ ഇടുമ്പോഴും ബാക്ക് വാഷ് വഴി വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മ ഫിൽറ്ററിൽ ഇട്ട് വെക്കുമ്പോ ഈ ബാക്ക് വാഷ് വഴി വെള്ളം പോവാൻ പാടില്ല ശരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ വാൽവുകളൊക്കെ ഭയങ്കര ടൈറ്റായി ബാക്ക് വാഷ് ചെയ്യുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് 2 വാൽവ് നമ്മ മാറ്റിയിട്ട് പുതിയ വാൽവ് നമ്മ വെച്ചെടുക്കാൻ പോണ്ടാ. ഓക്കെ, ഇതിപ്പോ നമ്മ പുതിയത് വെക്കണട്ടാ ഈ മൾട്ടിപോർട്ട് വാൽവേ. അപ്പൊ ഇതിന്റെ 2ാമത്തെ മൾട്ടിപോർട്ട് വാൽവില് ഈ ഡിസ്ക് ഫിൽറ്റർ മുകളിലെ ഭാഗത്തെ ഡിസ്ക് ഫിൽറ്റർ ഇട്ടിട്ടുണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് നമ്മ 2ലും ഈ ഡിസ്ക് ഫിൽറ്റർ നമ്മ ഇടണം. ഇത് ഇടുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇത്തിരി ചെറിയൊരു അകലം നമ്മ ഒരു ലൂസ് വേണം ഇതിന്. കാരണം അല്ലെങ്കിൽ വെള്ളം ടൈറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിന്റെ ഫോഴ്സ് കുറയും. അപ്പൊ എയർ നിൽക്കാനും സാധ്യത ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ പൈപ്പുകളിലേക്കുള്ള വെള്ളത്തിന്റെ വരവ് സ്ലോ ആവും. അപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് തന്നെ അടിയിലത്തെ ലൂസ് ചെയ്യണോട്ട് തന്നെ മുകളിലത്തതും നമ്മ ലൂസ് ചെയ്തും വേണം ഇത് ടൈറ്റ് ചെയ്യണമെങ്കിൽ കേട്ടാ. അപ്പൊ ഒരുപാട് ലൂസ് ആവാനും പാടില്ല, ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല. ആ ഒരു മെത്തേഡിലായിരിക്കണം കേട്ടോ ഇത് ചെയ്യണത്. അതേപോലെ തന്നെ നമ്മ പറഞ്ഞില്ല, ഇത് നിങ്ങൾ വെക്കുമ്പോൾ ഇത് കറക്റ്റ് സെൻട്രിയിലായിരിക്കണം ഇത് ഇതിന്റെ ഡിസ്ക് വരുന്നത്. അപ്പൊ ആ ഡിസ്ക് വരണേണ്ട ഇത് ഇവിടുന്ന് നിങ്ങൾ സെന്റിമീറ്റർ നോക്കി ചിലപ്പോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അപ്പൊ ഇതിങ്ങനെ ഇത് വെക്കാണ്ട. ഇത് വെക്കുമ്പോൾ ഇത് 1 ഇഞ്ചാണ്. ഈ 1 ഇഞ്ചിൽ നിന്ന് ഒരു 2 മില്ലി താഴെ ഒരു മാർക്ക് കണ്ടിട്ട് മുറിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ. അത് പൊന്തിക്കഴിഞ്ഞാൽ എന്താണെന്ന് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മ അതിന്റെ മൾട്ടിപോർട്ട് വാൽവ് ടൈറ്റ് ചെയ്യണ സമയത്ത് ഇതും ഈ ഭാഗവും അതേപോലെ തന്നെ മൾട്ടിപോർട്ട് വാൽവിന്റെ വാഷറും തമ്മിൽ മുട്ടാതെ വരും. ഈ ഭാഗത്ത് മുട്ടൂല. അപ്പൊ എന്ത് ചെയ്യും, ഇതിലെ ലീക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഒരുപാട് കുറയാനും പാടില്ല. അപ്പൊ അത് ശ്രദ്ധിക്കാട്ടാ. അപ്പൊ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം, നമ്മ മീഡിയങ്ങളൊക്കെ നിറക്കുമ്പോഴേ ഇതിന്റെ ഉള്ളിലേക്ക് ഒരിക്കലും പോകരുത്. വേണമെങ്കിൽ 1 ഇഞ്ചിന്റെ സ്റ്റോപ്പർ ഇടാം. സ്റ്റോപ്പർ ഇടുമ്പോൾ ആ സ്റ്റോപ്പറിന്റെ എൻഡ് കുറച്ച് ചാടി നിൽക്കുമല്ലോ. പിന്നെ ആ എൻഡൊക്കെ കട്ട് ചെയ്തിട്ട് വേണം നമ്മ അത് വെക്കാനായിട്ട്. അപ്പൊ എല്ലാം കൊണ്ടും സുഖതണ്ട് ഇടാനായിട്ട്. അപ്പൊ ഇതിന് വേറെ നമ്മ കുനിലോ മറ്റുള്ള സാധനങ്ങളോ ഒന്നും വേണ്ട ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെ ഇടുമ്പോഴേ നമുക്ക് ഇതിലേക്ക് സാധനങ്ങൾ നിറക്കാനായിട്ട് വളരെ എളുപ്പമുണ്ടാകും. ഇങ്ങനെ നമ്മ കപ്പിലാണ് നമ്മ നിറക്കണത്. അതിന് പ്രത്യേകിച്ച് വേറെ ഇതൊന്നും വേണ്ട. അപ്പൊ ചില ഐഡിയകൾ നമ്മ സ്വന്തം കണ്ടെത്തേണ്ട വരും. അല്ലാതെ ആരും നമുക്ക് ഐഡിയകൾ പറഞ്ഞു തരൂല. നമ്മളെ ഐഡിയകൾ നമ്മ ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, ചെയ്തു വന്ന എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അതിനനുസരിച്ചായിരിക്കണം നമ്മളെ ഐഡിയകൾ വരുന്നത്. അപ്പൊ ഇത് കറക്റ്റ് ഇപ്പൊ ലോക്ക് ആയിട്ടുണ്ട്. ഇപ്പൊ നടുക്കണ് ഇത് വീണേക്കണത് അല്ല, ഇത്രയും കറക്റ്റ് അതിന്റെ അളവ് ഇത്രയും ഹൈറ്റ് ഉണ്ടാവാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ഇതിന്റെ ഞാൻ മറ്റേ കഴിഞ്ഞ പുതിയത് സെറ്റ് ചെയ്ത പറഞ്ഞല്ല, ഇത് ചെറിയ ലൂസ് നമ്മ എപ്പോഴും വേണോട്ടാ. ഇതൊക്കെ കുറച്ച് ലൂസ് ഉണ്ടാ. ഇതേപോലെ ലൂസിൽ തന്നെ വേണം ഇടാനിട്ടാ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വെള്ളത്തിന്റെ പ്രോബ്ലം വരും. അത് പ്രത്യേകിച്ച് പറയണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾക്ക് വേണ്ടിയല്ല, ഞങ്ങൾക്ക് ഇതറിയാം. പുതിയതായിട്ട് ആരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഭാഗങ്ങളൊക്കെയാണ് അറിയാൻ പറ്റാത്തത്. നമുക്ക് മീഡിയ നടക്കണത് പറഞ്ഞാൽ മനസ്സിലാവും. ഇതൊന്നും ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ.
അത് ചിരിച്ചിട്ട് വെച്ചു. സാധനം എടുത്തുണ്ട്. ഇതിൽ രണ്ടിലും ഏകദേശം ഒരേ അളവിൽ തന്നെ നമ്മ സൈലക്സ് അരഞ്ച് നിറക്കണം. അരഞ്ചും 1/4 ഇഞ്ചും അതേപോലെ തന്നെ കോർസാൻഡും ഒരേ അളവിൽ തന്നെയാണ് രണ്ടിലും നിറക്കുക. അപ്പൊ ആദ്യത്തെ 3 മീഡിയം ഇതിൽ നിറക്കണത് ഒരേ അളവിലായത് കൊണ്ടാണ് നമ്മ രണ്ടും കുറ്റിയും നമ്മ റെഡിയാക്കി വെച്ചേക്കണ്. ഇനി നമുക്ക് നിറക്കലിലേക്ക് പോകട്ടോ. അതേപോലെ തന്നെ നമ്മ ഇതിൽ മീഡിയം നിറക്കുമ്പോൾ ഇടക്കിട്ടത് ജെർക്ക് ചെയ്ത് കൊടുക്കണോ. കാരണം ഇതിന്റെ സീറ്റിങ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മ ഇതിട്ട് ഇടക്കിട്ടൊന്ന് വൈബ്രേറ്റ് ചെയ്ത് ഇതേപോലെ ഒന്ന് വൈബ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം അല്ലെങ്കിൽ ഇതിങ്ങനെ കുന്നുകൂടി കിടക്കും. അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ നമ്മൾക്ക് നടക്കുമ്പോഴേ സംശയം ഉണ്ടെങ്കിൽ ടാപ്പിൽ അളന്ന് നോക്കാം. അപ്പൊ ഇത് 54 ഇഞ്ചാണല്ലോ. അപ്പൊ നമ്മൾക്ക് 8 ഇഞ്ചാണോ 9 ഇഞ്ചാണോ 10 ഇഞ്ചാണോ ഇടുന്നത് അത് മൈനസ് ചെയ്യാം. ഇപ്പൊ 10 ഇഞ്ചിന് ഇടണമെങ്കിൽ 10 ഇഞ്ച് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 44 ഇഞ്ച് ഓളം വരണം അളവെടുക്കുമ്പോൾ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഇതിന്റെ മൊത്തം ഇവിടം വരെയുള്ള അളവാണ് 54. ഈ 54-ല് ഏകദേശം നമ്മൾക്കൊരു 12 ഇഞ്ച് ഇതിന് കാലിയായിട്ട് ഉണ്ട്. ടാങ്കൊക്കെ തൊട്ടടുത്താണെങ്കിൽ ശരിക്കും 1 അടി 1.5 അടിയോളം ശരിക്കും ഗ്യാപ്പ് ഇടണം. എന്നാലോ ഇതിന്റെ ബാക്ക് വാഷിങ്ങിനൊക്കെ സ്പീഡ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഭയങ്കര അകലെയാണ് ടാങ്ക് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മ 1 അടിന് ഇടാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഗ്യാപ്പ്. ബാക്കി കംപ്ലീറ്റ് നമ്മ ഫില്ല് ചെയ്യും. അപ്പൊ താല്പര്യമുള്ളവരൊക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. കെറ്റ്ലോക്സിന് ആദ്യം നമ്മ ഇട്ടത്, പിന്നെ ആക്ടിവേറ്റഡ് കാർബൺ നമ്മ ഇട്ടത് കേട്ടോ. കെറ്റ്ലോക്സ് നമ്മ വെറുതെ പറഞ്ഞാൽ ഇത് ജർമ്മൻ ഇമ്പോർട്ടഡ് സാധനം, മേഡ് ഇൻ ജർമ്മനിയാണ് ഈ സാധനം. ഇത്ര 1 2 3 4 5 6 7 ഐറ്റം കേട്ടോ. ഇതില് റിമൂവ് ആയി പോണത്, ഈ കെറ്റ്ലോക്സ് കൊണ്ട് റിമൂവ് ആയി പോണത് 7 ഐറ്റം ആണ്. ശരിക്കും ആദ്യം സിലിണ്ടർ ഇപ്പം 2 ഇലകളായിരുന്നു. ഈ ഫില്ലിങ് കംപ്ലീറ്റ് കഴിഞ്ഞപ്പോൾ റീഫില്ലിങ് ചെയ്തതോടൊപ്പം തന്നെ നമ്മൾ 2 ഇതിന്റെ മൾട്ടി പോർട്ട് വാൽവും മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ ബാക്ക് വാഷിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് ബാക്ക് വാഷ് കഴിഞ്ഞതിന് ശേഷം ഇത് റിൻസിലിട്ട് അത് കഴിഞ്ഞിട്ട് ഫിൽറ്ററിൽ ഇടുമ്പോൾ ഇതിൽ നിന്നും വെള്ളം ഇതിലേക്ക് വരും. അപ്പൊ ഇത് ബാക്ക് വാഷിൽ ഇട്ടിട്ടുണ്ടാവണം. അപ്പൊ ഇതിന്റെ ബാക്ക് വാഷിങ് നടക്കും. അപ്പൊ നമ്മളെ വീഡിയോകളൊക്കെ മുഴുവൻ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. സ്കിപ്പ് ചെയ്യാതെ കണ്ടാലോ അതിന്റെ കറക്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ പുതിയതൊരെണ്ണം നമ്മൾ സെറ്റ് ചെയ്യണുണ്ട്. അത് ആ പറമ്പിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കണത്. രണ്ടാമത് ഉള്ളത് വീടിന്റെ ബാക്ക് വശത്ത് 2 സിലിണ്ടർ നമ്മ റീഫില്ലിങ്ങും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വ്യക്തമായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഫിൽറ്റർ വെച്ചവരാണെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അതേപോലെ തന്നെ വെക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ ഞാൻ ഈ വീഡിയോയുടെ താഴ്ഭാഗത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോകളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കേണ്ട. കാരണം യൂട്യൂബിലൂടെയാണ് നമുക്ക് കൂടുതൽ വർക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട. അതേപോലെ തന്നെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.